ഇതുപോലെ ആരോഗ്യ വൈകുന്നേരം നമ്മുടെ മാർച്ച് സഫ്വാൻ വീണ്ടും ചേരുന്നു. സഫ്വാൻ, ഈ പ്രവർത്തകർ പിരിഞ്ഞു പോയോ? ആജിംസ്, നിലവിൽ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യ വകുപ്പിന്റെ നിരന്തര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. നേരത്തെ വിളപ്പിൽ ശാലയിലെ ബിസ്ബറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചിരുന്നു. ഈ വിഷയത്തിൽ മന്ത്രി നടത്തിയ പ്രസ്താവനകൾ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. പോലീസ് നേരത്തെ തന്നെ ഈ റോഡ് മൊത്തം ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. ഒരു 50ഓളം പ്രവർത്തകരാണ് ഇത്തരത്തിൽ മാർച്ചുമായി ഇരച്ചു വന്നത്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. നിലവിലേതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ വലിയ വിമർശനമാണ് നേമം ഷജീർ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉയർത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ കൊടിയെ കരിങ്കൊടി എന്ന വിശേഷണത്തിനെതിരെയായിരുന്നു വിമർശനം. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരന്തര വീഴ്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തങ്ങളുടെ പ്രതിഷേധം ഇനിയും തുടരും എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. മരിച്ച സർക്കാരിന് കറുത്ത കൊടിയല്ലാതെ പിന്നെ എന്ത് കാണിക്കാം എന്ന് എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഒരു തവണ ഒരു ഘട്ടത്തിൽ പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായി. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി. പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതിനുശേഷമാണ് പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അജിംഷ്.